സാധാരണഗതിയില് ഭരണപക്ഷത്തുള്ള ഒരു MLA PV അൻവർ ഉയർത്തിയതുപോലെ ഒരു ആരോപണം ഉയർത്തിയ അവരെ ശാസിക്കുകയായിരുന്നു. MLA സ്ഥാനത്ത് നിന്നപ്പോൾ നീക്കത്തില്ല, കാരണം ഒരു MLA നഷ്ടപ്പെടും. 99 നീക്കുക, അത് വീണ്ടും കുറഞ്ഞ പ്രശ്നമാണ്. 99 ഇല്ല 98 ഇപ്പൊ രാധാകൃഷ്ണൻ പോയതുകൊണ്ട് ഇപ്പൊ കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഇനി ഒരു തവണ ഇത്രയും സീറ്റുകൾ നേടാമെന്ന് വിചാരവുമില്ല, പ്രതീക്ഷയുമില്ല. ഇതിൽ നിന്ന് മുകേഷിനെ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവുകളാണ് ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതില് അൻവറിനെ വെച്ചൊരു കഥാപാത്രമാക്കിക്കൊണ്ട് നായകൻ ഹീറോ മുകേഷ് അങ്ങനെ ഉണ്ടല്ലോ, ഹീറോ ആയിട്ട് അഭിനയിക്കാറുണ്ടല്ലോ, അത്തരം ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു MLA ഹീറോ ആക്കിക്കൊണ്ട് നടത്തിയ നാടകം സമർത്ഥമായിട്ട് വിജയിപ്പിച്ച നാടകം. ഇപ്പൊ മുകേഷ് എന്നുള്ളതിന് ശ്രദ്ധ പോയി. മുകേഷിന്റെ കേസ് ഇനി സെഷൻസ് കോടതി തീരുമാനിക്കണം എന്താണ് വിധിയത്. അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കട്ടെ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്നിട്ട് MR അജിത് കുമാറിനെ മാറ്റിയോ ഇല്ല. MR അജിത് കുമാർ ആണിപ്പോ ദർവേസ് സാഹിബിന്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നതെന്നാണ് സംസാരം. DGP ആയിട്ട് അദ്ദേഹം വരുന്നു, ഇരിക്കുന്നു, പേപ്പർ വായിക്കുന്നു, പോകുന്നു, വൈകുന്നേരം സുഖം പരിപാടി. ആസ്ഥാനം ഉണ്ടല്ലോ അവിടെ, AC റൂമിൽ അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ഒന്നും നടക്കത്താതെ പത്രം വായിക്കുക, സ്വന്തം കാര്യം നടത്തി പോവാം. ദർവേസ് സാഹിബ് മോശമാണോ? അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയില്ലല്ലോ അൻവറിന്. ഇതിനു മുമ്പ് ഇരുന്ന ആരെങ്കിലും DGPമാര് മോശമായിട്ടുണ്ട്? രമൺ ശ്രീവാസ്തവ കരുണാകരന്റെ അടുത്ത ആളായിട്ടാണെന്ന് അദ്ദേഹത്തിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി നടന്നിരുന്ന ആളാണ്. അതുപോലെ ലോക്നാഥ് ബെഹ്റ, പേര് കേട്ടാ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ ഒന്നുമില്ല, വെറും വാലാട്ടി ആയിരുന്നില്ലേ? രാഷ്ട്രീയക്കാരുടെ മാത്രത്ര പല പത്രക്കാരുടെയും വാലാട്ടിയായിട്ടിരുന്നിട്ടുള്ള ആളല്ലേ? ഈ DGPമാരെന്നൊക്കെ കേട്ടാൽ നല്ല എന്താ നമ്മൾ പേടിച്ചു പോകും ആ പേരൊക്കെ കേട്ട് കഴിഞ്ഞു. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടാൽ പോലും നമ്മൾ പേടിച്ചു പോകും. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെയാണ്, വിധേയന്മാരാണ്, വല്ലാത്ത വിധേയന്മാരാണ്. ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇഴയുന്ന ആൾക്കാരെന്ന് പത്രക്കാരെ പറ്റി പണ്ട് LK അദ്വാനി പറഞ്ഞല്ലോ, അതിനേക്കാൾ കഷ്ടം അവരുടെ സ്ഥിതി. അങ്ങനെയുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ പിന്നെ നാണം കെട്ട് പത്തനംതിട്ട ഒരു SP സുജിത് ദാസ്, അയ്യോ പൊന്നെ എന്നും പറഞ്ഞ് PV അൻവർ എന്ന് പറഞ്ഞ ഈ MLA മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്ത് അന്തസ്സാ ഇവര്! പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരു ഹെൽമെറ്റ് ഇടാതെ പോയ എന്തൊരു പരാക്രമ! പാണ്ഡൻ നായെ പോലല്ലേ, അല്ലെങ്കിൽ പുലിയെ പോലല്ലേ പെരുമാറുന്നത്? പക്ഷെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ അഴിമതിക്കാരനായ ഒരു MLA, ടൈൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, ടൈൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരാള്, പത്രക്കാരെ ഭീഷണിപ്പെടുത്തിയ ഒരാള്, ഒരു മറുനാടൻ മലയാളിയെ തകർക്കാൻ ശ്രമിച്ച ഒരാള്, പത്രക്കാരോട് ഒരു ഫ്രണ്ട്ലി അല്ലാത്ത ആൾക്കാരുടെ എല്ലാം ശത്രുവായി വിരാജിച്ചുകൊണ്ട് അദ്ദേഹം വലിയൊരു പണക്കാരനായിട്ട് കോടീശ്വരനായിട്ട് തന്നെ കഴിയുന്ന ആള്. അങ്ങനെ ഒരു MLA, അദ്ദേഹത്തിന് MLA സ്ഥാനം കൊടുത്തത് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല. ഒരു പക്ഷെ അദ്ദേഹം ജയിച്ചിരുന്നതും പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടായിരിക്കില്ല, സ്വന്തം കഴിവ് കൊണ്ടായിരിക്കും. നല്ലപോലെ പണം നേടി, ശരി, അങ്ങനെ ആയിക്കോട്ടെ. ലാമിലൊക്കെ പറയുന്ന പോലെ സ്വന്തം കഴിവ് കൊണ്ട് പണം നേടുന്നെങ്കിൽ നല്ലത്. പക്ഷെ അതേക്കുറിച്ച് അഴിമതി ആരോപണം ഉണ്ടായി, ഭൂമി കയ്യേറ്റം നടത്തിയെന്നൊക്കെ ആരോപണം ഉണ്ടായി. അത് വരുത്താൻ പാടില്ലായിരുന്നു. അതിലാണ് അദ്ദേഹത്തിനോട് പണം ഉണ്ടാക്കുന്നതിനോട് നമുക്ക് ഒരു വിയോജിപ്പും ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാകും. ഇത് സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്, എന്നിട്ട് പിന്നെ അത് ഭൂമി കയ്യേറ്റം കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് വിരോധം. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോ അതിഥിയായിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം P.ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ചു. ഒരു നടപടിയില്ലല്ലോ P.ശശിക്കെതിരെ. അദ്ദേഹം അവിടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് തുടരുകയല്ലേ. എന്താ കുഴപ്പം? MR അജിത് കുമാർ ക്രമസമാധാനത്തിന്റെ ചുമതല അദ്ദേഹം. ഈ കാര്യങ്ങളൊക്കെ തനിക്കെതിരെയുള്ള അന്വേഷണം കൂടെ നടത്തുന്നത് അദ്ദേഹം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സുജിത് നാഥിനും വലിയ കുഴപ്പമൊന്നുമില്ല, ശമ്പളം എല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളും. അപ്പൊ കിടിലനായിട്ടൊരു പത്രസമ്മേളനം തലതെറിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ പത്രങ്ങളൊക്കെ എഴുതി കൂട്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് ശരിയാണ് പിണറായി വിജയൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല. നിങ്ങൾക്ക് മാർക്സിസം പഠിക്കാം, കമ്മ്യൂണിസം പഠിക്കാം, പക്ഷെ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയണമെന്നില്ല. കാരണം ആ ലൈനിലൊന്നും അല്ല ഈ പാർട്ടി പോകുന്നത്. പാർട്ടി തന്നെ ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ്. അതിന്റെ ലൈനൊക്കെ വേറെ. അതൊക്കെ PV അൻവറിന്റെ ഒക്കെ ലൈനാ. അപ്പൊ നയിക്കുന്നത് PV അൻവറും MR അജിത് കുമാറും കൂടെ ചേർന്ന, ഇവരെല്ലാം ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാണെന്നേ. ഇവിടെ ഗ്യാങ് വാർ ഒന്നുമില്ല. ഈ ഗ്യാങ് വാർ എന്നുള്ള ഒരു നാടകം നടത്തിയത് എന്തിനാണെന്ന് വെച്ചാ അവര് ഇപ്പൊ മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ്. അതെന്താ ട്രാപ്പിൽ ക്ലിയർ ആയിട്ട് വീണു. ഇതിന്റെ ഫലമെന്ന് പറയുന്നത് 0. റിസൾട്ട് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. കാര്യങ്ങളെല്ലാം അതേപടി തന്നെ തുടരുകയും ചെയ്യും. അപ്പോ ഇത് തൽക്കാലം പത്രക്കാരുടെ ശ്രദ്ധ തിരിക്കുന്നതിൽ വളരെ
വൻ വിജയം, ബോക്സ് ഓഫീസ് ഹിറ്റായിട്ടുള്ള ഒരു നാടകമാണ് PV അൻവർ അവിടെ മലപ്പുറത്ത് നടത്തിയത്. അതിന്റെ വിജയമാണ് ഇവിടെ നടന്നത്. പത്രക്കാർക്ക് പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. ഈ പാർട്ടി ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളെ ട്രാപ്പിലാക്കും, അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കും. നിങ്ങൾ വെറുതെ കിടന്ന് അവിടെ കിടന്ന് കാളെ പറ്റും എന്ന് പറയുമ്പോൾ കയറും എടുത്തുകൊണ്ട് ഓടും. പണ്ടിങ്ങനെയാണല്ലോ സരിതാ നായരുടെ കാസറ്റ് കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ കോയമ്പത്തൂരിലേക്ക് വണ്ടി പിടിച്ച് ഓടി പുറകെ പോയവരല്ലേ. അതുകൊണ്ട് ഇത് അധികം നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടും നാടകങ്ങൾ കേട്ടുകൊണ്ടും ഒന്നും വെറുതെ ത്രില്ലടിക്കേണ്ട, വെറുതെ അത് കണ്ടുകൊണ്ട് വല്ലാതെ അങ്ങ് വിശ്വസിക്കേണ്ട കാര്യവുമില്ല. അത് കണ്ടിട്ട് അമിതമായിട്ട് ഉള്ള അത്യുക്തികൾ കൊണ്ടുള്ള വാർത്തകൾ കൊടുത്ത ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യവുമില്ല. വലിയ പ്രതീക്ഷകളൊന്നും ഇക്കാര്യത്തിൽ ആവേശം കൊള്ളണ്ട. ദയവായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ആവേശം കൊള്ളണ്ട കാര്യമില്ല എന്നുള്ളതാണ് പക്വതയുള്ള മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്.